അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന മജ്ലിസിലേക്ക് സ്വാഗതം. അല്ലാഹു തആലയും ഈ മജ്ലിസ് നമ്മുടെ ഇരുലോക വിജയത്തിന് കാരണമാക്കി തരട്ടെ. അല്ലാഹു ഇരുലോകത്തും വിജയം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. പടച്ചോനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, അസ്മാഉൽ ഹുസ്നയുടെ 19ാമത്തെ മജ്ലിസാണെന്ന്. ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്ന ഇസ്മ നമുക്കൊക്കെ സുപരിചിതമാണ്. യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മാണ്. ഫത്താഹി എന്ന ഇസ്മ വർദ്ധിപ്പിക്കുന്നത് വലിയ വിജയം ലഭിക്കാൻ കാരണമാണെന്ന് നാമൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. വിജയം നൽകുന്നവൻ എന്നാണ് ആ മഹത്തായ ഇസ്മിന്റെ അർത്ഥം. ഈ മഹത്തായ ഇസ്മിന്റെ മഹത്വങ്ങളിൽ നിന്ന് ചിലതിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ ഈ ഇസ്മ ധാരാളമായി ചൊല്ലുന്നത് ഒരു കാരണമാണ്. മാത്രമല്ല, കച്ചവടം, ആരോഗ്യം, സമ്പത്ത്, ഇൽമ് എന്നിവയിൽ വിജയം കിട്ടാൻ ധാരാളമായി ഇസ്മ ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയം പ്രകാശിക്കാൻ നല്ലതാണ്, ടെൻഷൻ നീങ്ങാൻ നല്ലതാണ്, പ്രസവം എളുപ്പമാവാൻ, മുറാദ് ഹാസിലാവാൻ, രോഗിക്ക് നല്ലൊരു തീരുമാനമുണ്ടാവാൻ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മരണമാണോ ജീവിതമാണോ ഹൈർ എന്നറിയാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾക്ക് ഏതാണോ ഹൈറാജു, രോഗിക്ക് ഹൈർ ഏതാണോ അത് ലഭിക്കാൻ. അതുപോലെ തടസ്സങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ പല തടസ്സങ്ങളെ കൊണ്ട് അത് നടക്കാതെ പ്രയാസപ്പെടുന്നുണ്ടാവും. ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഈ ഇസ്മ വലിയ ഫലമുള്ള ഇസ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഹൈറിന്റെയും വാതിലുകൾ നമുക്ക് നീക്കിത്തരട്ടെ. ഹൈറിലേക്കുള്ള തടസ്സങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. 313 തവണ ഈ ഇസ്മ നമുക്ക് ചെല്ലാം. എല്ലാവരും 1ാമത്തെ ഇസ്മ മുതൽ അവസാനത്തെ ഇസ്മ വരെ ചെല്ലണം. ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ യാ അല്ലാ മുതൽ തുടങ്ങുക. അത് വലിയൊരു ഹൈറായ നമ്മുടെ വിജയത്തിന്റെ ഒരു കാരണമായി തീരുമെന്നുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളിലേക്കെങ്കിലും ഈ സദസ്സ് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ അല്ലാഹ്,
يا فتاح يا الله 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 يا فتاح يا الله
يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا الله يا الله فرجنا من وابا يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله أجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وابا يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وابا يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله الحمد لله رب العالمين اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحاب سيدنا محمد صلى الله عليه وسلم പടച്ചോനെ പരിശുദ്ധമായ നിന്റെ ഇസ്മായ യാ ഫത്താഹു എന്ന് ഇസ്മ 313 തവണ ഞങ്ങൾ ചൊല്ലി നാദാ വിജയം നൽകുന്നവനായ റബ്ബേ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ വിജയം നൽകണേ അല്ലാ ഏതൊരു ഹൈറായ കാര്യമാണോ എല്ലാത്തിനും വിജയം നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ തടസ്സങ്ങളൊക്കെ ഹൈർ ഞങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമെന്തുണ്ടോ ആ തടസ്സങ്ങളൊക്കെ നീക്കി തരണേ അല്ലാ ടെൻഷനുകൾ മാറ്റിത്തരണേ അല്ലാ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കി തരണേ അല്ലാ രോഗങ്ങള് വേദനകളൊക്കെ ശിഫയാക്കണേ അല്ലാ പടച്ചവനെ നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ ആരോഗ്യം നൽകണേ മനസ്സിന് ഹിമ്മത്ത് നൽകണേ ധൈര്യം നൽകണേ നിർഭയത്വം നൽകണേ അല്ലാ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ ഈ ഇസ്മ കൊണ്ട് അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിജയിച്ചവരി ഞങ്ങളെ പെടുത്തണേ അല്ലാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا آمين برحمتك يا أرحم الراحمين